എങ്ങോട്ടേക്ക് കുത്തിക്കയറുന്നെ? ട്രിവാൻഡ്രം കുർല എക്സ്പ്രസിന് ഏയ്, ബ- സാറേ ഞാൻ നിക്ക്. സാറേ ഞാൻ വിളിക്കാം. സാറേ, എന്താനൂപേ ഒരു സിയുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? വേണ്ട. വേണ്ടേ? അല്ല മര്യാദ വേണ്ട സാറേ, ഇരുന്നോ. മര്യാദ കാണിക്കാറാകുമ്പോൾ ഞാൻ പറയാം. സാറെന്താ പറഞ്ഞു? ലക്ഷ്മണേണ്ട ഈ നാട്ടിൽ ജനിച്ചതാണോ എന്നതിന് തെളിവുണ്ട് തോന്നുന്നു അല്ലേ? അതിന് തക്ക ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. സാറിന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ കണ്ട മനസ്സിലാവും. അതിലെന്താ പേര് എഴുതിയിരിക്കണം നോക്കിയേ. ലക്ഷ്മണൻ നമ്പൂരിയോ? അതെ, ലക്ഷ്മണ നമ്പൂതിരി. അയാൾ നമ്പൂരിയാണോ? ഇത് റേഷൻ കാർഡ്. വീണ്ടും ലക്ഷ്മണ നമ്പൂതിരി. താൻ എന്ത് തോന്നിയോ സാറേ പറയുന്നത്? ഇത് തോന്നിയോസല്ല, ഇതൊക്കെ സർക്കാർ രേഖകളാണ്, ഞാൻ ഉണ്ടാക്കി പറയണതല്ല. സംഭവം വലിയ ട്വിസ്റ്റാ. 1990 വീട്ടുവേലയ്ക്ക് വന്ന ഒരു ആദിവാസി യുവതി അതിനെ പ്രേമിച്ച കുറ്റത്തിന് തറവാട്ടിലെ ഗടാഗടിയന്മാരായ കാർന്നവന്മാരെ ഇയാളെ കെട്ടോട്ട് അടിച്ചു. ആരെ? നമ്മളെ നമ്പൂതിരെ, ലക്ഷ്മണ നമ്പൂതിരെ. 1.5 വർഷം അയാൾ അവളുമായിട്ട് കറങ്ങി, എവിടെ സെറ്റായില്ല. അവസാനം അവളുടെ നാടായ എവിടെ വന്ന് സെറ്റായി. അവിടെ നിന്ന് അവർ വിവാഹം കഴിച്ചു, കൊച്ചുണ്ടായി, ഭാര്യ മരിച്ചു. അങ്ങനെ ലക്ഷ്മണൻ നമ്പൂതിരി ലക്ഷ്മണൻ കാണിയായിട്ട് ഇവിടെ ജീവിച്ചു. അയാള് തിരുമേനിയാണെന്നാണോ? എന്തായാലും സാർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു ആദിവാസി യുവാവാണെന്ന് കരുതി അകത്തിട്ടിരിക്കുന്ന ആൾ നല്ല മേനിയാണ്. മൊത്തത്തിൽ പ്രശ്നം. അയ്യോ സാറേ മാറ്റി വെക്കല്ലേ. സാറെന്താ വീണ്ടും വീണ്ടും മണ്ടനാവണം? അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. എത്ര വേണമെങ്കിലും തരാം, മാറ്റി വെക്കാനും കത്തിക്കാനും എടുത്തു. അപ്പോൾ നമുക്ക് കോടതി വെച്ച് കാണാം. ഓക്കെ, ബൈ. അനൂപേ, കുർല എക്സ്പ്രസ്. പണി പാലും വെള്ളത്തിലാണല്ലോ സാറേ. അതെ, ഇതാരാ? അപ്പൊ സാറിന്റെ വേരുകളൊക്കെ തപ്പിയെടുത്തല്ലേ? അപ്പോൾ ഇത് താങ്കളാണല്ലേ? സാറിനെ കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്ക് സത്യമായിട്ടും ഇങ്ങനൊരു കേസേ ഉണ്ടാവത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു താങ്കളൊരു ബ്രാഹ്മണനാണെന്ന് അല്ലേ? അപ്പോ ഊരും പേരും ഇല്ലാത്ത ഒരു കൂട്ടത്തിലും പെടാത്ത ഒരുത്തനാണെന്ന് കരുതിയാണ് ഈ കേസൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്നല്ലേ? ഇത്രയായ സ്ഥിതിക്ക് ഒന്ന് ഞാൻ പറയാം സാറേ, 10-28 കൊല്ലം കൊണ്ട് ഞാൻ ലക്ഷ്മണൻ കാണിയായിട്ടാണ് ജീവിച്ചത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ ഈ കേസിൻ്റെ കുരുക്ക് എങ്ങനെ ഊരാമെന്ന് നോക്കട്ടെ. വേണമെന്നില്ല. നല്ല തിരുമേനി, ഞാനേ തിരുമേനിയല്ല, പൊലിയാടി മോൻ. സാറ് വിളിച്ച തന്നെ വിളിച്ചാൽ മതി. ഒരു ബ്രാഹ്മണന്റെ ശാപം എന്തിനാ? ഞാൻ ഒരാളുടെ വേദനയാണ് ശാപമെങ്കിൽ ബ്രാഹ്മണനും ആദിവാസിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാറേ ഉള്ളത്? സ്വന്തം മകളുടെ മാനത്തിന്റെ പാപം വരെ നിങ്ങൾ എൻ്റെ തലയിൽ ഇട്ടില്ലേ? എൻ്റെ നിറവും പേരിലെ ജാതിയുമാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് എനിക്കറിയാം. സാർ എന്നെ കോടതിയിൽ ഹാജരാക്കിയോ സാറേ? എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അത് പ്രശ്നമാവും. ആർക്ക്? ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തതെന്ന് സർക്കാർ അറിഞ്ഞാൽ എൻ്റെ ജീവിതം തൊലയും. ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ് വെച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഇതേ സിസ്റ്റം വെച്ച് ഞാൻ ഈ കുരുക്ക് ഊരിത്തരാം. ജയചന്ദ്രൻ നായർ സാറേ, എന്തോ? സാർ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ജുഡീഷ്യറിയിലുണ്ട്. ഒന്നെങ്കിൽ സാറിന് എന്നെ കോടതിയിൽ ഹാജരാക്കാം, അല്ലെങ്കിൽ കൊല്ലാം. സാറ് പോ. തിരുമേനി, ഞാൻ പറയുന്നു തിരുമേനി. ഓ സാറേ. ജയേന്ദ്ര പറ.
നമ്പൂതിരിയോ? ആര് പറഞ്ഞു? താനല്ലേ പറഞ്ഞത് ഏതോ തമിഴനോ ശ്രീലങ്കനോ? പറ്റിപ്പോയതാ മാഡം. ആ രേഖകളൊക്കെ ഞാനുണ്ടാക്കിയതാ. തന്നോടൊരു 100 പ്രാവശ്യം ഞാൻ ചോദിച്ചല്ലേടോ രേഖകളൊക്കെ ഉള്ളതാണോ കഥയാണോ എന്ന്. മാഡം, നാളെ അയാളെ കോടതിയിൽ ഹാജരാക്കിയാൽ സകലതും ഫ്രെയിമിംഗ് ആണെന്ന് വരും. താൻ എന്നെയും കൂടെ തൊലച്ചു കളഞ്ഞല്ലോടോ. മാത്രമല്ല, ഒരു ബ്രാഹ്മണന്റെ ശാപം. കോപ്പ് ജയചന്ദ്ര, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയി. താൻ തന്ന രേഖകളൊക്കെ IG-യുടെയും സ്റ്റേറ്റ് അറ്റോർണിയുടെയും കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തൊരു പുല്ലും ചെയ്യാനില്ല. താൻ മാത്രമല്ല കൊടുക്കുന്നത്, ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാതെ കൊടുത്ത ഞാൻ ആരാകും? ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു നിലപാടേ എടുക്കൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാഡം? കാശോ വല്ലതോ കൊടുത്ത അയാൾ തൽക്കാലത്തേക്ക് മൊഴിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയുമോ? അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? മാഡം പറഞ്ഞു വരുന്നത്? അയാൾ നമ്മൾ കൊടുക്കുന്ന മൊഴി പറയാൻ സമ്മതിച്ചാൽ നമുക്കിതിന് ചില്ലായിട്ടൊരു ക്ലൈമാക്സ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പിന്നുള്ള വഴി റിസ്കാ. മനസ്സിലായില്ല മാഡം. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. നാളെ ലക്ഷ്മണൻ കോടതിയിലെത്തി സത്യം പറഞ്ഞ പിന്നെ നമ്മളില്ല. താൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യ്. താനുണ്ടാക്കിയ കുരുക്കി കുരുങ്ങാൻ എനിക്ക് പറ്റത്തില്ല. അനൂപേ, ഞാൻ കുറച്ചു നേരമായിട്ട് കാത്തിരിക്കുമായിരുന്നു. എന്ത് കാര്യം സാറേ? എന്താ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പെട്ടുപോയടാ. ഈ ഒരു സിറ്റുവേഷനിൽ നീ വിചാരിച്ചാലേ എന്നെ സഹായിക്കാൻ പറ്റൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് കാര്യം പറ. ലക്ഷ്മണൻ നാളെ കോടതിയിൽ ഹാജരായി അയാളുടെ മേൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമാണ്. സാർ എന്തൊക്കെയാ പറയണം? അനൂപേ, ലക്ഷ്മണൻ കുറ്റം സമ്മതിച്ചാൽ നിരപരാധിയായ ലക്ഷ്മണൻ ശിക്ഷിക്കപ്പെടും. ഞാൻ കാരണം ഒരു പാവം ബ്രാഹ്മണൻ ശിക്ഷിക്കപ്പെട്ടാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ബ്രാഹ്മണശാപം ഉണ്ടാവും. അതെനിക്ക് താങ്ങാൻ പറ്റൂല അനൂപേ. പിന്നെ ലക്ഷ്മണൻ കോടതിയിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ അയാൾക്കെതിരെ ചാർജ് ചെയ്തതെല്ലാം പോലീസ് കെട്ടിച്ചമച്ചാണെന്ന് തെളിയും. അങ്ങനെ വന്നാൽ എനിക്കെൻ്റെ ജോലി പോവും. ഞാൻ ജയിലിലാവും, ഉറപ്പാ. ഇപ്പോൾ കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും സാറ് വിടും അല്ലേ? അപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് സാറ് പറയണം. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ലക്ഷ്മണൻ നാളെ കോടതിയിൽ ഹാജരാവൻ. അതിന് നീ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. ഞാനെന്ത് വിചാരിക്കണമെന്ന് സാറ് പറയണം. ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ സെല്ല് തുറന്നില്ല. നീ ലക്ഷ്മണനെ സെല്ലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം. തൽക്കാലം ഒന്ന് മാറ്റി നിർത്തണം, അത്രേ ഉള്ളൂ. പ്രതി ലോക്കപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു നിൽക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സാവധാനം ശരിയാക്കാം. സംഭവം കൊള്ളാം. നീ ലക്ഷ്മണനോടൊന്ന് സംസാരിക്കേ. മേനോൻ്റെ മകനുമായി ലക്ഷ്മണൻ്റെ മോളുടെ കല്യാണം ഞാൻ നടത്തി തരും. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. ശരി ശരി, ഞാൻ സംസാരിക്കാം. കൃഷ്ണേട്ടാ, ഒന്ന് പുറത്തേക്ക് കാണാം. അനൂപേ, ഞാൻ ഒരിക്കലും ഒന്നും വെളിപ്പെടുത്താതെയും ആരോടൊന്നും പറയാണ്ടും ഈ മലമൂട്ടിൽ എൻ്റെ പൊന്നിക്ക് വേണ്ടി ജീവിച്ച് മരിക്കണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അല്ലാതെ CI പറഞ്ഞ പ്രകാരമാണ് ഞാനിപ്പോൾ ലക്ഷ്മണേട്ടനെ കാണാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ CI അവസരം ഒരുക്കി തരും. ഇത് നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ്. സമ്മതിപ്പിച്ച എൻ്റെ മുടങ്ങി കിടക്കണം പാസ്പോർട്ട് എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ ലക്ഷ്മണേട്ടാ. എന്തു വന്നാലും കോംപ്രമൈസ് ചെയ്യരുത് ഒരുത്തന് വേണ്ടി. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ.
ഇപ്പൊ എനിക്കൊരു ധൈര്യം ഉണ്ട് അനൂപേ. എനിക്കെന്താ സംഭവിച്ചാലും എൻ്റെ മോക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ധൈര്യം. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇല്ല, പക്ഷെ ഇന്ന് ഇരുട്ട് വിളിക്കും മുമ്പ് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. അവരെന്നെ പൂട്ടും അനൂപേ. ഞാൻ കോടതിയിൽ ഹാജരാവാൻ അവർ സമ്മതിക്കില്ല. എന്നെ അവർ തീർക്കും. ലക്ഷ്മണേട്ടൻ നാളെ കോടതിയിൽ ഹാജരാവും. സത്യം പറയുകയും ചെയ്യും. പിന്നെ റോസിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ രാത്രി നിൽക്കണമെന്നില്ല. അപ്പൊക്കോ? സർ, എനിക്ക് അങ്ങനെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഡ്യൂട്ടിയിൽ നിൽക്കാം. ഓഹോ, അത്യാവശ്യമൊന്നുമില്ല അല്ലേ? കാട്ടുതീ റെസിസ്റ്റൻസിന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ സഹായിക്കാൻ പോലീസിൻ്റെ ഹെൽപ്പ് ചോദിച്ചിരുന്നു. ഇപ്പം തന്നെ പോയിക്കോ. ജോബി, സമദ്, പിന്നെ ആ പുതിയ പയ്യൻ, അവരെ കൂട്ടിക്കോ. വെളുപ്പിന് 5 മണി വരെ അവിടെ നിൽക്കും. സർ, അത് ഞാൻ റോസലിന് പോവാം. സർ, ഫിനീഷേ, നമ്മുടെ പെട്രോളിംഗ് സ്ട്രോങ് അല്ല എന്നുള്ള അഭിപ്രായം ഡിവൈഎസ്പിക്ക് ഉണ്ട്. 2 വണ്ടിയിലായിട്ട് 4 വീതം. അയ്യോ, ഇപ്പൊ സ്റ്റേഷനിലോ എന്റെ സ്ട്രെങ്ത് കുറവാ സാർ. ഇപ്പോൾ അശോകനും സലീമും പിന്നെ കാവേരിയും കൂടി നിർത്താം. നാളെ ഓഫ് നോക്കാം. എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ്യും, എല്ലാവരെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് താനും വിട്ടോ. സാർ, കാവേരി ഒന്ന് പുറത്തോട്ട് ചെയ്യും. സലീമേ. ഏത് വഴി കൂടി പോകാനോ അവനോട് പറഞ്ഞിരിക്കുന്നത്? ഒന്നും ഓടിയതല്ലേ, വഴിയൊക്കെ അവനറിയാം. SP ടാസ്ക് ടീമിലെ ഓഫീസേഴ്സാണെന്ന് തോന്നുന്നു. ഇവരെന്താ ഇവിടെ? എന്താ എന്ത് പറ്റി? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്താ ഇവിടെ? അവര് വരും, വന്ന കാര്യം നടത്തും, പോകും. ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തോട്ടേക്ക്. പറഞ്ഞാൽ മതി സാറേ, എന്താ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യൂടോ? ജാതിക്കളികൾ വെച്ച് നാശാക്കിയതല്ലേ, സാർ ഒറ്റയ്ക്ക് അനുഭവിച്ചു. അശോക, അവർ തിരുമേനിയെ കൊല്ലും. എനിക്ക് ബ്രാഹ്മണ ശപം കിട്ടും. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞാൽ മതി സാർ. ഇവിടുത്തെ CCTV കൺട്രോൾ റൂം ദാ, ഇവിടെ. എല്ലിൻ്റെ കൈ. ഇവിടുത്തെ മെയിൻ സ്വിച്ച് എവിടെ? എന്തിനാ? ഞാൻ കാണിച്ചു തരാം സാർ. വരൂ. പോയതല്ല, മെയിൻ സ്വിച്ച് ഓഫാക്കിയതാ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അറിയാൻ വന്നിട്ട് അത് മാറ്റാനാ പറഞ്ഞു. മാറും. ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓണാക്കിക്കേ. നമസ്കാരം, റിപ്പോർട്ടർ സഞ്ജന ശർമ്മയാണ് നിങ്ങളോടൊപ്പം. കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ച് ഇരുളൂർ വനമേഖല വെടിവെപ്പിന് കാരണക്കാരായ മാവോയിസ്റ്റുകളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുമായി ഒത്തുകളിച്ച് പ്രതിയിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ലക്ഷ്മണൻ എന്ന മാവോയിസ്റ്റിനെ രക്ഷപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അതെ, ഹലോ, നിങ്ങൾ എന്ത് പച്ചക്കള്ളായി പറഞ്ഞോണ്ടാക്കുന്നേ? ലക്ഷ്മണ ഇപ്പൊ സെല്ലിനകത്തുണ്ട്. നാളെ രാവിലെ ലക്ഷ്മണനെ കോടതി ഹാജരാക്കുന്നുണ്ട്. സംശയം വന്ന് നോക്കാം. വാ, വന്ന് നോക്ക്. ലക്ഷ്മണൻ സെല്ലിനകത്ത് തന്നെയുണ്ട്. കണ്ടോ? സെല്ലിനകത്ത് തന്നെയുണ്ട്. പുറത്തേക്ക് ഇറങ്ങി. സർ, ഇവര് പറഞ്ഞു ലക്ഷ്മണൻ സെല്ലിൻ ചാടിപ്പോയെന്ന്. അപ്പൊ ഞാനാ പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് നോക്കാൻ. ലക്ഷ്മണൻ എന്ന മാവോയിസ്റ്റ് കേസിലെ പ്രതി സെല്ലിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്.
എങ്കിലും ലക്ഷ്മണനെ നാളെ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകരെ പോലെ തന്നെ നിങ്ങൾ ചാനലുകാർ ഞങ്ങൾക്കും കാണിക്കുന്നത് സംശയമില്ല. വളരെ മോശാട്ടാന്ന് ഞങ്ങൾ എന്ത് കാണിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ജയചന്ദ്രൻ നായർ സാറും മറ്റു പോലീസുകാർ എത്ര കഷ്ടപ്പെട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് പോലീസിനെ സംശയിക്കുന്ന രീതിയിൽ രണ്ട് ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ പ്രതി ജയിലിൽ ചാടിയ നിങ്ങളെല്ലാവരും കൂടി ഈ പോലീസിനെ തന്നെ ക്രൂശിക്കില്ലേ? നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥമില്ലെങ്കിൽ നിങ്ങൾ രാവിലെ അവരോട് നിൽക്ക് ക്യാമറ പിടിച്ചിട്ട് പുള്ളീനെ കോടതിയിൽ ഹാജരാക്കണവരെ ഇവിടെ എന്താ നടക്കണമെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലേ? പോലീസിന് കുറ്റം പറയാൻ നടക്കുക. ഉറപ്പായിട്ടും ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഓക്കെ മാഡം, ഓക്കെ. നാളെ മാവോയിസ്റ്റ് കേസിലെ പ്രതി ലക്ഷ്മണനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ഉറങ്ങാത്ത ക്യാമറ കണ്ണുകളുമായി ലൈവ് ടെലികാസ്റ്റുമായി ഞങ്ങൾ ഈ സ്റ്റേഷന് മുന്നിൽ ഉണ്ടാകും. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഈ അറസ്റ്റോടുകൂടി മാവോയിസ്റ്റ് സാന്നിധ്യം ഇരുളൂർ വനമേഖലയിൽ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ അറസ്റ്റ് കേരള പോലീസിന് വളരെ നിർണായകമായ ഒരു നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറ്റാരോപിതനായ ലക്ഷ്മണനെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ട് സാറേ, ഈ നിപ്പ് തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? DGPയുടെ ഓഫീസിൽ നിന്ന് എന്താ ഇറങ്ങാത്തെന്ന് ചോദിച്ച് വീണ്ടും വിളിച്ചിരുന്നു. സാറേ, തൊപ്പി വെച്ച് ആ പ്രതിനെ ഇറക്കാൻ നോക്കാം. പോവാം സാറേ. ലൈവാ. അതാ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. മനുഷ്യാവകാശ ലംഘനമാണോ മാവോയിസ്റ്റ് ആക്രമണമാണോ എന്നുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും ഇനി കോടതിയിൽ അരങ്ങേറുക. ഹലോ, ഓക്കെ ഓക്കെ മാഡം, ലക്ഷ്മണന്റെ മോൾക്ക് ബോധം വന്നു. മൊഴിയെടുക്കാൻ പോണം.